കഴിഞ്ഞ ദിവസം ഒരു പാരൻ്റ് വിളിച്ചപ്പോൾ, അതായത് ഒരു കുട്ടിയുടെ ഉപ്പയാണ്. ആ ഉപ്പ സംസാരിക്കുന്നത് എല്ലാവരെയും വിഷമിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം വേറൊരാളെ കുറിച്ച് പറഞ്ഞു, ഒരു കുട്ടിയുടെ ഉമ്മാനെ കുറിച്ച്. അതുപോലെ തന്നെ ആ ഉപ്പ പറയുന്ന ഉപ്പ അവരെ മോനുമായിട്ട് ഭയങ്കര ബോണ്ടാണ്. ഉപ്പായും മോനും എന്ന് പറഞ്ഞാൽ ഉപ്പ മോനെന്ന് പോലെയല്ല, അവർ ഫ്രണ്ട്സായിട്ടാണ് ജീവിച്ചു പോകുന്നത്. അത്രയ്ക്ക് ഫ്രണ്ട്സാണ്. ഉപ്പ മോന് വേണ്ടിയിട്ട് നന്നായിട്ട് കഷ്ടപ്പെടുന്നത് മോനും അറിയാം. ഉപ്പ കുറേ കാലമായിട്ട് നാട്ടിലില്ല. അവൻ്റെ എക്സാമിന് അവൻ അത്രയും ഇഷ്ടപ്പെട്ട് നിർബന്ധിച്ച് പറഞ്ഞിട്ടാണ് ഉപ്പ ഇല്ലാത്ത ലീവ് ഉണ്ടാക്കിയിട്ട് നാട്ടിൽ എക്സാമിൻ്റെ സമയത്ത് വന്നത്. അങ്ങനെ മോനെ എക്സാമിനൊക്കെ കൊണ്ടുപോയി. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ കരഞ്ഞുകൊണ്ടാണ് കുട്ടി അവരുടെ കൂടെ കയറിയേക്കുന്നത്. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ആദ്യം തന്നെ ഉപ്പൻ്റെ അടുത്ത് ഒന്നും സംസാരിക്കാതെ കുറേ നേരം നോക്കിയിരുന്നത്രേ. കുറേ കഴിഞ്ഞപ്പം അവൻ ഉപ്പാൻ്റെ അടുത്ത് പറയാണ്, ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പം എന്നെയും കൊണ്ടുപോകും. ഞാൻ ഉപ്പാൻ്റെ കൂടെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്തിട്ട്, എന്തായാലും ഇനി ഞാൻ ജോലിയൊക്കെ എടുക്കാനുള്ള പ്രായമായില്ല ഉപ്പ, ഇനി എന്തായാലും ഇങ്ങനെ പഠിച്ചാലൊന്നും ശരിയാവില്ല. എന്നെപ്പോലെ പറഞ്ഞ ആളുകൾക്കൊന്നും പറ്റിയല്ലോ ഉപ്പ ഈ MBBS ഒന്നും. ഞാൻ എന്തായാലും ഉപ്പാൻ്റെ കൂടെ വരിക, ഞാൻ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് ഞാൻ ഉപ്പാൻ്റെ കൂടെ നിന്നോളാം. ഇനിയും കുറേ കാലം ഉപ്പ അങ്ങനെ അവിടെ പുറത്തൊന്നും പോയി കഷ്ടപ്പെടണ്ട. ഞാനല്ലെങ്കിൽ MBBSനൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി എന്ന് സെറ്റിൽ ആവാനാ, കുറേ സമയമൊക്കെ കഴിയും. ഉപ്പാൻ്റെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉപ്പ ഒരു കൊല്ലം എൻ്റെ കൂടെ നിൽക്ക്, എന്നിട്ട് ഞാനെല്ലാം നോക്കി പഠിച്ചോളാം, പിന്നെ ഞാൻ നോക്കിക്കോളൂ ഉപ്പ അവിടുത്തെ കാര്യമൊക്കെ. ഉപ്പക്ക് ഉമ്മാൻ്റെ കൂടെ ജീവിക്കാമല്ലോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സ് പോകുന്നൊന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങളുടെ പ്രായത്തിലുള്ള മക്കൾ അങ്ങനെ ചിന്തിക്കേണ്ടതെന്നാണെങ്കിൽ അതൊരിക്കലും അവൻ്റെ ഉള്ളിൽ അവൻ പോയിട്ട് അധ്വാനിച്ചിട്ട് കുടുംബം പോറ്റാന്നുള്ളത് കൊണ്ട് മാത്രമല്ല, അവൻ്റെ അപ്പൻ്റെ ഉമ്മാൻ്റെയും വിഷമം ഇനിയും കാണണ്ട, ഇനിയും ഞാൻ എൻട്രൻസിന് ഇറങ്ങിയിട്ട് ഞാൻ വീണു പോകുന്നുള്ള പേടിയൊക്കെ തന്നെയാണ്. അപ്പം എനിക്ക് പറയാനുള്ളത്, മക്കളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടികൾ പഠിക്കണം. മുന്നോട്ടേക്ക് ഇനിയും കുറേ സ്വപ്നങ്ങൾ അവർ കണ്ടിട്ടുണ്ട്, അതിലേക്ക് അവർ എത്തിപ്പെടണം. അല്ലാതെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടവരല്ല അവരാരും തന്നെ. ഉറപ്പായിട്ടും നമുക്കും പടച്ചവനോട് പ്രാർത്ഥിക്കാം ആ കുട്ടീൻ്റെയൊക്കെ ഇനി വരാൻ പോകുന്ന നല്ലൊരു ദിവസത്തിനായിട്ട്.